നമസ്കാരം. ഇന്ന് നമ്മുടെ ബ്ലാക്ക് ഹെന്നെ പരിചയപ്പെടാം. ഇത് നമുക്ക് 5 എണ്ണത്തിൻ്റെ പായ്ക്കായിട്ടാണ് വരുന്നത്. ഇത് ഹോൾസെയിൽ റേറ്റിൽ കൊടുക്കുമ്പോൾ കുറച്ച് കുറയും. അല്ലെങ്കിൽ സിംഗിൾ പാക്കറ്റ് ഒരു 80 റുപ്പീസാണ് വരുന്നത്. ഒരു യൂസിന് കാണും. ലേഡീസിനാണെങ്കിൽ ഒന്നിൽ കൂടുതൽ ചിലപ്പോൾ വേണ്ടി വരും. പക്ഷേ ജെൻസിന് ഒരു യൂസിൽ കൂടുതൽ കാണും. ഇത് നമുക്ക് നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് ആണ് ഇതിൻ്റെ ബേസ്. ഇൻഡിഗോ ഹെന്നയാണ്. അല്പം കെമിക്കൽ അടങ്ങിയിട്ടുണ്ട്. അല്പം കെമിക്കൽ എന്ന് പറയുമ്പം മഗ്നീഷ്യം കാർബണേറ്റ്, സിട്രിക് ആസിഡ് പോലെയുള്ള സാധനങ്ങളാണ്. അമോണിയ അടങ്ങിയിട്ടില്ല. പക്ഷേ നിങ്ങൾ പാറ്റ് ടെസ്റ്റ് ചെയ്ത് നോക്കിയതിന് ശേഷം മാത്രമേ ഇത് ഉപയോഗിക്കാവൂ. ഇതിൻ്റെ 5 എണ്ണത്തിൻ്റെ ഒരു പായ്ക്കാണ് വരുന്നത്. അപ്പം ഇത് നിങ്ങൾക്ക് കൂടുതൽ എടുത്തു കഴിഞ്ഞാൽ റീസെല്ലിങ്ങിന് കൊടുക്കുന്നുണ്ട്. കൂടുതൽ എടുക്കണം, എന്നാൽ റേറ്റ് കുറച്ച് കൊടുക്കുന്നുണ്ട്. ഇതിന് ഉള്ളൊരു ഗുണമെന്ന് പറഞ്ഞാൽ നമ്മുടെ തലമുടിക്കൊരു നാച്ചുറൽ ലുക്കാണ് കിട്ടുന്നത്. സാധാരണ മാർക്കറ്റിൽ അടങ്ങിയിരിക്കുന്ന മറ്റ് ഡൈസിനെ അപേക്ഷിച്ച് ഇതിൽ കെമിക്കൽസ് കുറവാണ്. എന്ന് വെച്ച് കംപ്ലീറ്റ്ലി കെമിക്കൽ ഫ്രീ എന്ന് നമ്മൾക്ക് പറയാൻ കഴിയില്ല. ഞാനിത് ഉപയോഗിക്കുന്നില്ല, കാരണം ഉണ്ട്. നമ്മളുടെ ഹെയർ ബൂസ്റ്റർ ആണ് ഞാൻ ഉപയോഗിക്കുന്നത്. അതെന്ന് പറയുന്നത് 100% കെമിക്കൽ ഫ്രീ ആണ്. അത് നമ്മൾ 42 ഇൻഗ്രീഡിയൻസ് ചേർത്ത് കോക്കനട്ട് മിൽക്കിൽ ചെയ്തെടുക്കുന്നതാണ്. അപ്പം അതുപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് നാച്ചുറലായിട്ടൊരു കളർ കിട്ടുന്നുണ്ട്. കാരണം നമ്മളിപ്പം ഇൻഡിഗോ, ഹെന്ന, പനിക്കൂർക്ക, അതുപോലെ തന്നെ ആംല, തുളസി, ഇങ്ങനെയുള്ള ഒരുപാട് സാധനങ്ങൾ അതിൽ ചേരുന്നുണ്ട്. അതുപോലെ തന്നെ 5 ദിവസത്തെ ഒരു പ്രോസസ്സ് കൊണ്ടാണ് അത് ഉണ്ടാക്കുന്നത്. അപ്പം ഇതാണ് അതിൻ്റെ 100 ml ബോട്ടിൽ. 100 ml അല്ല, ഇതിലൊരു 120 ml അടങ്ങിയിട്ടുണ്ട്. 480 രൂപയാണ്. വലിയ റേറ്റ് എന്ന് പറയാനില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ബോട്ടിൽ തന്നെ ഒരു മാസത്തിൽ കൂടുതൽ ഉപയോഗിക്കാനുള്ളതുണ്ട്. നമ്മൾ ഒരുപാട് വാരിക്കോരിത്തേക്കേണ്ട കാര്യമൊന്നുമില്ല. ഞാനിതാണ് ഉപയോഗിക്കുന്നത്. അപ്പം നമുക്ക് അറിയാൻ കഴിയും ഈ ഒരു ബോട്ടിൽ നമ്മൾ എങ്ങനെ ഉപയോഗിച്ചാലും ഒരു മാസത്തിനുള്ളിൽ നമുക്ക് ഉപയോഗിക്കണം. നമ്മൾ സ്കാൽപ്പിൽ നന്നായിട്ട് പുരട്ടിയാൽ മതി. ഈ ഒരു സാധനം ഞാനിപ്പം നമ്മുടെ സ്കാൽപ്പ് നോക്കിയാൽ തന്നെ അറിയാം നമ്മുടെ മുടി എത്ര തിക്കായിട്ടാണ് ഓരോ ഭാഗം വളരുന്നതെന്നുള്ള കാര്യം. നമ്മൾ എത്ര നോക്കിയാലും ഈ ഒരു ഗ്യാപ്പിൽ കൂടുതലൊന്നും നമ്മുടെ മുടി വരില്ല. ഈ നല്ല തിക്കായിട്ടാണ് മുടി വരുന്നത്. നമ്മൾ എങ്ങനെ വേണമെങ്കിലും നമുക്ക് എടുത്ത് നോക്കാം. എങ്ങനെ എടുത്ത് നോക്കിയാലും നമുക്ക് അവിടെ എല്ലാം മുടി വളർന്നു വരുന്നതായിട്ട് കാണാം. ഇപ്പം നമ്മൾ നെറ്റിയുടെ സൈഡ് എടുത്താലും ചെറിയ ചെറിയ മുടികൾ, ഈ നെറ്റിയുടെ ഇവിടെ ആണെങ്കിലും എല്ലാം ചെറിയ ചെറിയ മുടി നമ്മൾ ശരിക്കും പറഞ്ഞാൽ വളർത്താത്ത കുഴപ്പമുള്ളൂ. അതുപോലെ മുടികൾ നമുക്ക് വളർന്നു വരും. ഏത് സൈഡിലാണെങ്കിലും നമ്മൾ നല്ലവണ്ണം പുരട്ടി കഴിഞ്ഞാൽ മുടി നന്നായിട്ട് വളർന്നു വരും. അപ്പം നമ്മളിത് ഒരുപാട് വാരി കോരിയൊന്നും തേക്കണ്ട. ഞങ്ങൾക്കൊക്കെ ഒരു ബോട്ടിൽ എണ്ണ വീട്ടിലുള്ളവർ മൊത്തം തേച്ചാലും 2-3 മാസം ഉപയോഗിക്കാനുള്ളതുണ്ട്. ഒരൊട്ടും ഗ്യാപ്പ് വരില്ല, ഒരൊട്ടും കൊഴിഞ്ഞു പോവില്ല. നിങ്ങൾക്ക് നോക്കാം, ഈ മുടി നിങ്ങൾക്കിങ്ങനെ നോക്കിയാൽ അറിയാം എവിടെയെങ്കിലും ഗ്യാപ്പ് വരുന്നുണ്ടോ, എവിടെയെങ്കിലും നരയുണ്ടോ എന്ന്. നരയില്ലാതില്ല കേട്ടോ. ഒരു 7-8 മുടിയൊക്കെ നരച്ചിട്ടുണ്ടാവും. പക്ഷേ ആ നരച്ചിട്ടുള്ള മുടി പെർമനൻ്റായിട്ട്, നമുക്ക് ഈ നര എന്ന് പറയുന്നത് പെർമനൻ്റായിട്ട് കുറച്ച് മാറിപ്പോവും. ഇന്നലെ തന്നെ പാലക്കാടൊക്കെ ഉപയോഗിക്കുന്ന പലരും എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഒരു ഗീത ചേച്ചിയുണ്ട്, ഗീത ജ്യോതി രാഘവൻ എന്ന് പറഞ്ഞാൽ ചേച്ചി നമ്മുടെ പെർമനൻ്റ് ഉപയോഗിക്കുന്നത്. ആ ചേച്ചിയുടെ ഫ്രണ്ട്സ് എല്ലാം പ്രീമിയം കസ്റ്റമേഴ്സ്. എൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഇന്നലെ ഒരാൾ ചോദിച്ചു റിവ്യൂസ് ഗ്രൂപ്പിൽ നോക്കിയിട്ടൊന്നും പല ഗ്രൂപ്പുകളിൽ നോക്കിയിട്ട് റിവ്യൂസ് ഇല്ലെന്ന്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ പ്രീമിയം കസ്റ്റമേഴ്സാണ്. അവരുടെ അടുത്ത് എനിക്ക് റിവ്യൂ ചോദിക്കാൻ പറ്റില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു പ്രശ്നം. എന്ന് വെച്ചാൽ നമുക്ക് അവരുടെ അടുത്ത് ചെന്നിട്ട്, അവർ ഭയങ്കര ബിസി ആയിട്ടുള്ള ആൾക്കാരാണ്, അവരുടെ അടുത്ത് ചെന്നിട്ട് എനിക്കൊരു റിവ്യൂ തരാമോ എന്നൊന്നും ചോദിക്കുന്ന കാര്യം നടക്കുന്ന കാര്യമില്ല. അപ്പം നമുക്ക് നാച്ചുറലായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ് വേണ്ടതെന്നുണ്ടെങ്കിൽ 100% നാച്ചുറലായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഇതുമൂലം കിട്ടും. അതല്ല, നാച്ചുറലായിട്ടുള്ള കളർ വേണമെങ്കിൽ ഈ ഹെന്ന ഉപയോഗിക്കാം. അപ്പോൾ നിങ്ങൾ തന്നെ തീരുമാനിക്കുക. ഇതിന് നാച്ചുറലായിട്ടുള്ള കളർ കിട്ടും മാർക്കറ്റിലുള്ള മറ്റ് ഡൈസിനെ അപേക്ഷിച്ച്. അതേസമയം നിങ്ങൾക്ക് പെർമനൻ്റായിട്ടൊരു ബ്ലാക്ക്നെസ് ആണ് വേണ്ടതെങ്കിൽ ഈ ഒരു എണ്ണ കുറേ നാൾ ഉപയോഗിക്കേണ്ടി വരും. നമ്മൾ കൊറിയർ ചാർജ് ഉൾപ്പെടെയാണ് എണ്ണയുടെ വില പറഞ്ഞുകൊണ്ടിരുന്നത്. അതുകൊണ്ടാണ് എണ്ണയ്ക്ക് 250 ml 955 എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഇത്തിരി കൂടുതലായിട്ട് തോന്നും. ആമസോണിൽ അതിന് 1055 ആണ്, 1200 250 ml. ഇവിടെ എൻ്റെ എണ്ണയുടെ പേര് ആദ്യം അമൃതവേണി എന്നായിരുന്നു. ഇത് പല എണ്ണകളുടെ വില നിങ്ങൾക്കറിയാൻ പറ്റും. 100 ml വില എത്രയൊക്കെയാണെന്ന്. 100 ml 880 വിലയുള്ള എണ്ണകളുണ്ട്. അതേസമയം ഇത് ഒരു കെമിക്കൽസും ചേർക്കാണ്ട്
വളരെ ശുദ്ധമായി നിർമ്മിക്കുന്ന ഒരു എണ്ണയാണ്. അപ്പോൾ നിങ്ങളിത് ഒരിക്കലെങ്കിലും ഒന്ന് ഉപയോഗിച്ച് നോക്കിയാൽ നല്ലതാണ്. ഇല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു നഷ്ടമായിരിക്കും. ഒരിക്കലും റിവ്യൂവിൻ്റെ പുറകെ പോയി നിങ്ങൾ എണ്ണ വാങ്ങിക്കരുതെന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം നമ്മൾക്ക് ചില ഫേവറിസങ്ങളുണ്ടാവും. നമുക്കിഷ്ടമുള്ള ആൾക്കാർക്ക് നമ്മളുടെ ഫ്രണ്ട്സ് റിവ്യൂ ഇട്ട് കൊടുക്കുക. ഇപ്പോൾ എനിക്ക് കുറേ ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ അവരെനിക്ക് റിവ്യൂ ഇട്ട് തരും. എനിക്ക് കുറേ റിലേറ്റീവ്സ് ഉണ്ടെങ്കിൽ അവരെനിക്ക് റിവ്യൂ ഇട്ട് തരും. പക്ഷേ അതൊക്കെ എത്ര ശതമാനം 100% ആക്യുറേറ്റ് ആണെന്നൊന്നും പറഞ്ഞു എന്നോട് ദേഷ്യമുള്ളവരാണെങ്കിൽ ഒരു പക്ഷേ എനിക്ക് നല്ല റിവ്യൂ ഇട്ട് തന്നില്ല എന്ന് വരും. ഇതൊക്കെ ഇഷ്ടങ്ങളുടെ പുറത്താണ് കൂടുതലും റിവ്യൂസ് വരിക. അപ്പം ഞാൻ എൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഫേവറായിട്ട് റിവ്യൂ ഇടാൻ അധികം ആരുമെന്നല്ല, ആരും തന്നെ ഇല്ല. അപ്പം അതുകൊണ്ട് തന്നെ റിവ്യൂസ് ഒന്നും ഇല്ല എന്ന് തന്നെ പറയാം. എനിക്കുള്ളത് പ്രീമിയം കസ്റ്റമേഴ്സാണ്. അവരോട് ചെന്ന് നിങ്ങളെനിക്കൊരു റിവ്യൂ പറയാൻ പറ്റില്ല. അപ്പോൾ ആരെങ്കിലും വല്ലപ്പോഴും ഇടുന്ന റിവ്യൂസ് മാത്രമേ എനിക്കുള്ളൂ. എന്നെ വിളിച്ചെല്ലാവരും പറയാറുണ്ട്. ശരിക്കും പ്രീമിയം കസ്റ്റമേഴ്സിൻ്റെ ഒരു കുഴപ്പമെന്ന് പറഞ്ഞാൽ അവർ ബിസി ആയിരിക്കും ഫുൾ ടൈം. അപ്പോൾ അവർക്കെപ്പോഴും നമ്മൾക്ക് വേണ്ടി റിവ്യൂ ഇടാനൊന്നും നേരം കാണില്ല. അപ്പം നിങ്ങൾക്ക് വിശ്വാസമുണ്ടെങ്കിൽ ഒരു ബോട്ടിൽ ഒരു 100 ml വാങ്ങിച്ച് നോക്കൂ. 100 ml അല്ല, ഇത് 120 ml 480 രൂപയാണ്. കൊറിയർ ചാർജ് എക്സ്ട്രാ വരും. 250 ml 955 അതിനകത്ത് കൊറിയർ ചാർജ് വരുന്നില്ല. ഒന്ന് വാങ്ങിച്ച് നോക്കൂ. എൻ്റെ ഫേസ്ബുക്ക് എടുത്ത് നോക്കിയാൽ തന്നെ നിങ്ങൾക്കറിയാം എൻ്റെ മുടി തോള് കഴിഞ്ഞ് താഴോട്ട് ഇറങ്ങാത്തൊരു മുടിയാണ്. ആ ഒരു മുടി ഇത്രയും ഞാൻ ശരിക്കും പറഞ്ഞാൽ ഈ മാർച്ച് മുതലാണ് എൻ്റെ മുടി വളർത്താൻ തുടങ്ങിയത്. അതും സ്റ്റെപ്പ് കട്ട് കെട്ടിയ മുടിയായിരുന്നു. ആ മുടി ഇത്രയും വളരണമെങ്കിൽ മുടി വളരും എന്നുള്ള കാര്യം നിങ്ങൾക്കും ഉറപ്പിക്കാവുന്ന കാര്യമാണ്. അപ്പോൾ ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. നിങ്ങളൊന്ന് വാങ്ങിച്ച് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അതും ചുരുണ്ട മുടിയാണ്. ഇതിപ്പോൾ ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ കുറച്ച് കഴിയുന്നുണ്ടെങ്കിൽ ഈ മുടി മേലോട്ട് തന്നെ കയറും. അപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം മുടി വളരുമെന്നുള്ളതിന് യാതൊരു സംശയമില്ല. അതുപോലെ തന്നെ കഷണ്ടിയുടെ തുടക്കക്കാർക്ക് കഷണ്ടിക്കാരെ ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ തുടക്കത്തിലാണെങ്കിൽ അവർക്ക് മുടി നന്നായിട്ട് വളരുന്നുണ്ട്. കുറേ കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ ബുദ്ധിമുട്ടാണ്. അവിടുത്തെ സ്കിൻ കട്ടിയായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ എണ്ണയെപ്പറ്റി എനിക്ക് പറയാനുള്ളത്. പിന്നെ ഇത് നല്ലൊരു ഡൈ ആണ്. നാച്ചുറലായിട്ട് കളർ കിട്ടണമെന്നുള്ളവർക്ക് ഇത് നല്ലതാണ്. ഇതും നമുക്ക് ഹോൾസെയിലിലാണെങ്കിൽ റീസെല്ലിങ്ങിന് കൊടുക്കുന്നുണ്ട്. ആവശ്യമുള്ളവർക്ക് വാങ്ങാം. താങ്ക് യു.